അപ്പൊ എല്ലാം അള്ളാഹുവിനനുസരിക്കണാണ്. നമ്മൾ ഇങ്ങോട്ട് അതൊക്കെ നമുക്ക് വേണ്ടിയാണ്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പോത്തിന് നമ്മൾ അർത്ഥം തിന്നുക, സുജൂദ് ചെയ്യണേ അള്ളാഹിനനുസരിക്കണ പോത്തിന് നമ്മൾ അർത്ഥം തിന്നുക. ഇങ്ങോട്ട് നമ്മളിങ്ങനെ നിസ്കരിക്കാതെ ഇങ്ങനെ മൊബൈൽ തോണ്ടി നടക്കുക. ആ നിസ്കാരം കള്ളാക്കിയ മനുഷ്യന് പിന്നെ അവന്റെ ടൈമൊക്കെ അയക്കാൻ തിരിക്കണ്ടേ? നിങ്ങൾ പറയും. അതുകൊണ്ട് ആ മനുഷ്യൻ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല നല്ല ഉള്ളത്. കള്ളാവ് വീട്ടിലല്ലാത്ത ഒരു കാര്യത്തിൽ കൊണ്ട് സമയം തിരിക്കാനേ അള്ള തന്ന സമയമാണ്. അള്ളാന്റെ ഭൂമിയാണ്, അള്ളാന്റെ വായുവാണ്, അള്ള തന്ന ഗ്യാസാണ്. അല്ലല്ലാത്ത ഒരാളും ഒന്നും തന്നിട്ടില്ല. ആ അള്ള തന്നത് ഇതിനും വേണ്ടിയാണ്. ഇത് മിസ്സാക്കി കണ്ട് ഒരു പരിപാടിയും പാടില്ല എന്നാണ്. അതിൽ പെട്ടൊരു പരിപാടിയാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം പാടില്ല, ഹദ്ദാത്ത് പാടില്ല, സലാത്ത് മജ്ലിസ് പാടില്ല, ഇതൊന്നും പാടില്ല കള്ളാവുള്ള ആളുകൾക്ക്. അങ്ങനെയാണ് നിയമം. അപ്പൊ ചോദിച്ചു വന്ന ആളുകൾ ആകെ ഇങ്ങോട്ട് സ്തബ്ധരാകണി മസല കേൾക്കുമ്പോൾ അത് ഓലൊരു ഈമാനാണ്. ഓല് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത കഥാക്കി പോയി. ശ്രദ്ധിക്കണങ്ങള്. അങ്ങനെ കഥാക്കി പോയിട്ട് ഒരു ബോധം വന്നപ്പോൾ അവർക്ക് ഭയങ്കര സംഭവമായി. തോപ ചെയ്യുന്നുണ്ട്, അവർക്ക് മടങ്ങണം എന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഇതിനൊരു മാർഗം കാണില്ല. ചിലരൊക്കെ 10-70 വയസ്സായിട്ടാണ് ജീവിക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെ കഥ വീട്ടാന്നുള്ളത്. അപ്പോൾ ഓരോടൊക്കെ നമ്മൾ പറയും കഴിഞ്ഞത്ര കഥ വീട്ടിക്കോളി, അള്ളാഹ് ഭയങ്കര റഹ്മാനാണ്. ചിലപ്പോൾ നിങ്ങളെ മനസ്സിന്റെ ദുഃഖം കാരണമായിട്ട് അള്ളാഹുത്തല പുറത്തു വരും. പണ്ടൊരാള് ഒരു നന്മയും ചെയ്യാത്ത ആള് മക്കളോട് എന്ത് പറഞ്ഞു? ഞാൻ മരിച്ചാൽ നിങ്ങൾ വെണ്ണീറാക്കിയിട്ട് കടലിലും കരയിലും ഒഴുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അള്ളാഹുത്തല ഓന്റെ ആ ഒഴുക്കിയ വെണ്ണൂറൊക്കെ ഒരുമിച്ച് കൂട്ടി ഓൻ അങ്ങോട്ട് ജീവിച്ചുകൊണ്ട് ചെന്തിനാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചു. പഠിച്ചവനെ ഒരു നന്മയും ചെയ്യാതെ എങ്ങനെ എന്നെ കണ്ടുമുട്ടാന്ന് പേടിച്ചിട്ടാണ് പഠിച്ചത്. അയാൾക്കത് പുറത്തു കൊടുത്തു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. അത് മാതൃകയാക്കി നമ്മളിഞ്ഞിപ്പോ അങ്ങനെ ഒന്നും ചെയ്യാതെ അങ്ങനെ മരിച്ചാൽ നേരത്ത് പറയാനല്ല, ഒരു പ്രതീക്ഷക്കാണ് ഈ പറയുന്നത്. അതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഇപ്പൊ കൂടാനല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആശ്വസിപ്പിച്ച് പറയലാണ് ആരാണെങ്കിലും. അതേ സ്ഥാനത്ത് മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹ് പറയണത് പോലെ കച്ചവടവും പോലെ പരിപാടികളൊന്നും അള്ളാന്റെ ദിക്റിനും ഇഖാമ സ്വലാത്തിനും എന്തല്ല തടസ്സം അല്ല. അവർക്ക് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തേക്ക് പോകാം.